വാസ്തുവിന്റെ പേരിലോ, സ്പേസിന്റെ പേരിലോ, ബഡ്ജറ്റിന്റെ പേരിലോ ഇനി ഒരാളും ഫ്ലോർ പ്ലാൻ മാറ്റി വരയ്ക്കോ, ഇടിച്ചു പൊളിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാവരുത് എന്ന ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയിട്ടുള്ളതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കാൻ നേരത്ത് വാസ്തു കൃത്യമാക്കിയിട്ട് ഒരാളുടെ ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ബഡ്ജറ്റിനുള്ളിൽ വീട് പണി തീരുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് ഡേറ്റ് വൈസ് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുക. ഒരു റൂം ഇട്ട് കഴിഞ്ഞാൽ ആ റൂമിനകത്ത് മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് ഫർണിച്ചർ അറേഞ്ച് ചെയ്യാൻ സാധിക്കുക. അതുപോലെ ആ ഫർണിച്ചർ ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്കൊന്ന് വ്യൂ ചെയ്യാൻ സാധിക്കുക. ഇനിയിപ്പോൾ ആ രീതിയിൽ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ക്ലയന്റ് എന്തെങ്കിലും മോഡിഫിക്കേഷനോ കാര്യങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുക. തുടങ്ങിയ കാര്യങ്ങൾ എല്ലാവരും കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ 3D മോഡലിംഗ് കാര്യങ്ങളൊന്നും ഇപ്പൊ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ വേണ്ട എന്നുള്ളതല്ല. ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയറിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റെൻഡർ ചെയ്ത് വരാനൊക്കെ ഒത്തിരി സമയം എടുക്കും. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ പറഞ്ഞാൽ പിന്നെ അത് റീവർക്ക് ചെയ്ത് വേണം വരാനായിട്ട്. അപ്പോൾ ഒത്തിരി ടൈം കാര്യങ്ങളെടുക്കും, ഒത്തിരി കോസ്റ്റും കാര്യങ്ങളെടുക്കും. അതേസമയം നമ്മൾ ഫസ്റ്റിലെ തന്നെ കൊടുക്കാൻ നേരത്ത് ഇതേപോലത്തെ AI സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 50-60% മാത്രമേ അതിന്റെ ആക്യുറസിയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുള്ളൂ. പക്ഷേ നമുക്കൊരു കൺസെപ്റ്റ് ക്ലിയർ ആക്കാനും ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കാനും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അത് ഫൈനലൈസേഷൻ ചെയ്തതിന് ശേഷം അങ്ങനെ ആക്കിയ ടൂളുകൾ മാത്രം ഉപയോഗിച്ചിട്ട് അത് ഏത് ഇമേജ് ആണ് നമ്മൾ ഫൈനലൈസേഷൻ ചെയ്തിട്ട് അത് മാത്രം നമ്മുടെ ഇപ്പൊ ശരിയായിട്ടുള്ള രീതിയിലുള്ള 3D റെൻഡറിങ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അവിടെ സമയം കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ നമ്മളൊരു വർക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് എത്ര ഐറ്ററേഷനോ എത്ര കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനും അതോടൊപ്പം തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അവസാനം ഫൈനലിലേക്ക് പോകുന്ന നേരത്ത് നമുക്ക് കുറച്ച് സമയം കൊണ്ട് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ കൺസെപ്റ്റ്. അല്ലാതെ AI ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഉള്ള എല്ലാ ടൂളുകളും മാറിയിട്ട് AI വരിക എന്നുള്ളതല്ല കൺസെപ്റ്റ്. നമുക്കൊരു ഫസ്റ്റിലത്തെ ട്രയൽ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാനും നമുക്കത് ഈക്വൽ ആണെന്ന് നമുക്ക് നോക്കാനും നമുക്കൊരു ക്ലയന്റിനെ മനസ്സിലാക്കാനും ക്ലയന്റിന് ചേഞ്ചസ് വരുത്താനും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഇപ്പൊ AIയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. ചിലപ്പോൾ വരുന്ന കാലഘട്ടങ്ങളാകുമ്പോഴത്തേക്കും വെബ് ബേസ്ഡ് ആയിട്ടുള്ള AI ടൂളുകൾ 100%ഓ അല്ലെങ്കിൽ ഒരു 90% ആക്യുറസിയിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാനൊരു 50-60% മാത്രമേ ഞാൻ ആക്യുറസിയും കാര്യങ്ങളും കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഓരോ ടൂളുകളെ പറ്റിയായിരിക്കും നമ്മൾ വെബിനാറിൽ പഠിപ്പിക്കുന്നത്. ആ വെബിനാറിന്റെ അവസാനം നമ്മൾ ഉപയോഗിക്കുന്ന AI ടൂളിന്റെ ഒരു ഈ PDF കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് ആ AI ടൂളിനകത്ത് ഉള്ളതിനെ പറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാസ്തു, സ്പേസ്, ബഡ്ജറ്റ് എന്നിവ രീതിയിൽ നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ അല്ലാതെ പഠിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. അതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വെബിനാറിന്റെ അവസാനം നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെബിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന്റെ ടൂളുകളും അതിന്റെ ഡീറ്റെയിലുകളും എല്ലാ കാര്യങ്ങളും നമുക്ക് വെബിനാറിനകത്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ ഷിബു, വാസ്തു എഞ്ചിനീയറിംഗ് ബിൽഡിംഗ് കൺസൾട്ടന്റ് ആയിട്ടുള്ള കുവൈറ്റിലുള്ള മിസ്റ്റർ ഷിബു ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ ആണ്. അപ്പൊ ഈ ഒരു ഡിസൈൻ പ്രകാരം എങ്ങനെയാണ് അദ്ദേഹം വാസ്തുപ്രകാരമായിട്ടുള്ള അളവിട്ടതെന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എഴുതുന്നുള്ള കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. ഓൾറെഡി പല ആളുകൾക്കും ട്യൂട്ടോറിയലും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും വാസ്തുപ്രകാരമായിട്ടുള്ള അളവിടുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് ടേബിളുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ ടേബിളാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ട്രഡീഷണൽ കൈ കണക്കുമ്പോഴത്തേക്ക് പകരമായിട്ടുള്ള നമ്മുടെ കോൽവേറിൽ അത് കണ്ടോ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടേബിളാണ് വരുന്നത്. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ടേബിൾ. ഇത് 4919 കോമ്പിനേഷനുള്ള ടേബിളുകൾ. വെച്ചാൽ നമ്മുടെ വീടിന്റെ ഔട്ടർ അളവ് എടുക്കാനായിട്ട് ഇപ്പൊ എനിക്ക് 1000 2 സെന്റിമീറ്റർ എനിക്ക് 10 മീറ്റർ ആണ് എനിക്ക് ആ വീടിന്റെ ഭിത്തിപ്പുറ അളവ് ഉണ്ടെങ്കിൽ ആ 10 മീറ്ററിനോട് ചേർന്നിട്ടുള്ള പല പല അളവുകൾ കൊടുത്താണ് എത്രയൊക്കെയാണെന്നുള്ളത് എല്ലാം സെന്റിമീറ്റർ അളവാണ്. അത് ഏത് കോൽക്കണക്കാണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഉത്തമമാണോ മധ്യമമാണോ തുടങ്ങിയ കാര്യങ്ങൾ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അത് എത്ര സ്ക്വയർ ഫീറ്റിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യോനിസംഖ്യ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ദർശനത്തിനനുസരിച്ച് ഇപ്പൊ നമുക്ക് കിഴക്ക് ദർശനമാണ് 5 എന്നുള്ള യോനിസംഖ്യ ആണെങ്കിൽ ഇവിടെ 5 എന്നുള്ള യോനിസംഖ്യയിലുള്ള ഈ പഠനം നമുക്ക് 1000 സെന്റിമീറ്റർ 1002 സെന്റിമീറ്ററോട് ചേർന്നുള്ള ഏതളവാണ് നമുക്ക് സ്വീകരിക്കാം. അതിൽ നമുക്ക് പടിഞ്ഞാറാണെന്നുണ്ടെങ്കിൽ ഒന്നുള്ളൂ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഓരോ ദർശനത്തിനനുസരിച്ചുള്ള ആ യോനിസംഖ്യയും നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമുക്ക് പതിവനിപ്പെടുത്തിയുള്ള അളവുകൾ നിങ്ങൾ കണക്ക് കൂട്ടാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. അതുകൂടാതെ നമുക്ക് വീടുകൾ ചെയ്യാൻ നേരത്ത് നമുക്ക് മുറ്റത്തിന് അളവിടാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടേബിളാണ് അടുത്തുള്ളത്. ഇനി പതിവനിപ്പെടുത്താത്തതുമായിട്ടുള്ള 9069 കോമ്പിനേഷൻ വെച്ചാൽ ഒരു 10,000 കോമ്പിനേഷനുള്ള അളവുകൾ കൊടുത്തേക്കുന്നതാണ് ഈ ടേബിൾ. അപ്പൊ ഈ രീതിയിലൊക്കെ അവർക്ക് അളവുകളും കാര്യങ്ങളൊക്കെ ഇടുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ മുറികൾക്ക് വേണ്ടി പതിവനിപ്പെടുത്തി മാത്രമുള്ള വേണമെങ്കിൽ അങ്ങനത്തെ ടേബിളുണ്ട്. ഇതിനകത്തുണ്ട് 282 എന്ന് പറഞ്ഞാൽ നമ്മൾ അളവെടുത്തെങ്കിൽ ആ 282നോട് ചേർന്നിട്ടുള്ള പല പല അളവുകളാണ്. അപ്പൊ എനിക്ക് വേണ്ട അളവ് 282നോട് ചേർന്നിട്ടുള്ള അളവ് ഒരു 5.25 മീറ്റർ വേണ്ടെങ്കിൽ 570 എന്നുള്ള അളവ് എടുക്കാം. എനിക്ക് 6 മീറ്റർ വേണ്ടെങ്കിൽ 570 എന്നുള്ള അളവ് കൊടുക്കാം. എനിക്ക് 6.25 മീറ്റർ വേണ്ടെങ്കിൽ 612 കൊടുക്കുക. 6.5 മീറ്റർ വേണ്ടെങ്കിൽ 642 കൊടുക്കുക. 6.25 മീറ്റർ വേണ്ടെങ്കിൽ 666. 7 മീറ്റർ വേണ്ടെങ്കിൽ 690. അപ്പൊ ഈ രീതിയിൽ എനിക്ക് എത്രയാണോ ആ റൂമിനോട് ചേർന്നിട്ടുള്ള അളവ് വേണ്ടത് അതിനോട് തൊട്ടടുത്തുള്ള അളവ് വാസ്തുപ്രകാരമായിട്ടുള്ള അളവുകൾ ഏതാണെന്ന് നോക്കാം. പിന്നെ അതിന്റെ പ്രയോറിറ്റി വേണമെങ്കിൽ പ്രയോറിറ്റി നോക്കാം. അതിന്റെ സ്ക്വയർ ഫീറ്റ് വേണമെങ്കിൽ സ്ക്വയർ ഫീറ്റ് നോക്കാം. അതുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് പതിവനിപ്പെടുത്തിയത് മാത്രമുള്ള ടേബിളുണ്ട്.
പതിവിനിപ്പെടുത്തിയതും പതിവിനിപ്പെടുത്താത്തുള്ള ടേബിളുണ്ട്. ഇനി ഭിത്തിക്കൽ 24 സെന്റിമീറ്റർ വരാത്ത സമയത്തുള്ള ടേബിൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ രീതിയിലെല്ലാം കൊടുത്തേക്കുന്ന ടേബിളോട് കൂടിയിട്ടാണ് അവർ അളവുകളും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുക. അപ്പൊ ഇത്ര 11 ടേബിളുണ്ട്. ഈ 11 ടേബിളിലൂടെയാണ് അവർ വാസ്തുപ്രകാരമായിട്ടുള്ള അളവുകളും കാര്യങ്ങളും ക്രമീകരിക്കുക. ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇതേപോലെ ഫ്ലോർ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുടെ കമ്മ്യൂണിറ്റിയാണ്. അവര് നമ്മൾ പഠിപ്പിക്കുന്നതാണ് ഈ ഒരു ടേബിളുകളും കാര്യം വെച്ചിട്ട് ഫ്ലോർ പ്ലാനുകൾ വരയ്ക്കാനായിട്ട്. ഇതാണ് നമ്മുടെ മിസ്റ്റർ ഷിബു ഡിസൈൻ ചെയ്തേക്കുന്ന ഫ്ലോർ പ്ലാൻ. അപ്പൊ ഈ ഒരു ഫ്ലോർ പ്ലാൻ നമുക്ക് എയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എയിലേക്ക് കൊടുത്തപ്പോഴത്തേക്കും എ ഇതേപോലെ വന്നേക്കണേ. നമുക്ക് ജെമിനിയിലാണ് കൊടുത്തേക്കുന്നത്. ഫ്രീ ആയിട്ടുള്ള ഇതിലോ പ്രോ ആയിട്ടുള്ള ഇതിലോ നമുക്ക് കൊടുക്കാം. അപ്പൊ ഏകദേശം ഇതേപോലത്തെ ഒരു രീതിയിലേക്കായിരിക്കും വരുന്നത്. അപ്പം ഇത് നമുക്ക് ഓക്കെ ആണ്. ഇത് നമുക്ക് ചെയ്യാം. ഇതിന്റെ ടെക്സ്റ്റുകളും കാര്യങ്ങളും റിമൂവ് ചെയ്തപ്പോഴത്തേക്കും ഇത് ഈ രീതിയിലാണ് വന്നേക്കണേ. ഇനിയിപ്പോ കുറച്ചും കൂടെ നമുക്ക് ഇതിനകത്ത് ഫർണിച്ചറുകളോ കാര്യങ്ങളോ എന്തെങ്കിലും മാറ്റങ്ങളോ വേണമെന്ന് ക്ലയന്റ് പറയുകയാണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് എഐ കൊണ്ട് തന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഇത് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡോറിന്റെ പൊസിഷനോ ഈ വിൻഡോയുടെ പൊസിഷനോ ഒന്നും മാറാൻ പാടില്ല. കാരണം ഇത് ഡോറിന്റെ വിൻഡോയുടെ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ ചിലപ്പം ഇത് വർക്കൗട്ട് ആയെന്ന് വരത്തില്ല. അപ്പൊ അത് ആ കൃത്യമായിട്ട് ഡോറും വിൻഡോസും കൃത്യമാകുന്ന രീതിയിൽ വേണം നമ്മൾ എഐ കൊണ്ട് ചെയ്യിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ക്ലയന്റിന് കൊടുക്കാം. അപ്പൊ ഈ ക്ലയന്റിൽ കൊടുക്കാൻ നേരത്ത് ക്ലയന്റ് വന്നിട്ട് പറയും ഇതിന്റെ അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി വെച്ചോ. അപ്പൊ ആ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് വേറെ ടൂളുകളോട് ചെയ്യാം. അതിപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന പെയ്ഡ് ടൂളുകളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഫ്രീ ടൂളുകൾ ചെയ്യാൻ നേരത്ത് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളുണ്ട്. എപ്പോഴും എക്സാക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് ചേഞ്ചസുകൾ എങ്ങനെയൊക്കെ വരുത്താമെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ളെങ്കിൽ അവിടെയാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് പാടായിരിക്കും. കാരണം നമുക്ക് ഒരു ഡിസൈൻ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഇപ്പൊ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ? ഇതിനകത്ത് ക്ലീൻ ലുക്കിംഗ് ലിവിംഗ് റൂം ഇതിനകത്ത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടോ അതുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വേറെ ഏതൊക്കെയാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രീസെറ്റ് സെറ്റിംഗ് അത് നമുക്ക് ചെയ്യാൻ പറ്റും. ബെഡ്റൂമാണ് ഇപ്പോൾ എടുത്തേക്കണമെങ്കിൽ നേരെ ഇവിടെ പോയിട്ട് വ്യൂ ഹോൾ പോയി കഴിഞ്ഞാൽ അതിനകത്ത് പല പല ഉണ്ട്. ലിവിംഗ് ഉണ്ട്, ബെഡ്റൂം ഉണ്ട്, ബാത്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, ബാൽക്കണി ഉണ്ട്, ഓഫീസ് ഉണ്ട്. ഇതേപോലെയുള്ള പല പല റൂമുകളുണ്ട്. അപ്പം നമ്മുടെ ഏത് റൂമാണെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത്രയും ഡിസൈൻ ഫേസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ബെഡ്റൂം കൊടുത്തു. അത് നമുക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ കണ്ടു. അതിനകത്ത് ഇഷ്ടംപോലെ കോണ്ടംപററി ട്രഡീഷണൽ പല പല ഇത് കാര്യമുണ്ട്. അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സെലക്ഷൻ മോഡ് പെർഫെക്റ്റ് ആണോ ബ്യൂട്ടിഫുൾ ആണോ അതുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമാക്കുന്നത്. ഇതുണ്ട് പെർഫെക്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ബിഫോറും ആഫ്റ്ററും കാണും. ബ്യൂട്ടിഫുൾ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഇതുണ്ട് അതിനകത്ത് നമ്മൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്കിനി ക്രിയേറ്റീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് ചെയ്യാം. കീപ് ദ സ്ട്രക്ചറൽ എലമെന്റ് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ കൊടുക്കും. അതേപോലെ നമുക്ക് ഇതേപോലെ പ്രോംപ്റ്റുള്ള കാര്യം ഉണ്ടെങ്കിൽ ആ പ്രോംപ്റ്റുകളോട് കൊടുക്കാം. അന്നേരം നമുക്ക് റീജനറേറ്റ് കൊടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ 1-2 ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു. ഇതായിരുന്നു എൻ്റെ ഡിസൈന്. അതിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തി. ഇനിയിപ്പോൾ അടുത്തുണ്ടോ കുറച്ചും കൂടെ മാറുന്ന രീതിയിലേക്ക്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലുള്ള സാധനങ്ങൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അപ്പോൾ ഈ ഡ്രോയിങ്ങിൻ്റെ ഇമേജിനെ ഞാൻ തിരിച്ച് ഇപ്പുറത്തേക്ക് ആക്കുന്ന രീതിയിലേക്ക് ആക്കി. അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം കേട്ടോ. അപ്പം അതൊന്ന് മാറ്റി നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇതേ വ്യൂ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഈ വ്യൂവിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അതല്ല തിരിച്ച് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുത്ത് വേണമെങ്കിൽ അതിനകത്ത് സാധനങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ചാടി. അപ്പോൾ നമ്മളോട് ചെയ്യേണ്ടത് ക്രിയേറ്റ് റീഡിസൈൻ എന്നുള്ളതാണ്. ഈ റീഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിൽ തന്നെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു റീഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിലേക്ക് ഇങ്ങനെ ആക്കി തരും കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്ക് അതേ ഇത് തന്നെ മതിയെങ്കിൽ ഇത് തന്നെ കൊടുത്താൽ മതി. ഇത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷനോ കാര്യങ്ങളോ വരുത്തണം എന്നുണ്ടെങ്കിൽ അതും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൂളിൻ്റെ അകത്ത് അപ്പോൾ ഈ ഒരു എഐക്കകത്ത് ഇത് മാത്രമല്ല ഒത്തിരി ഉണ്ട്. റീഡിസൈൻ ഉണ്ട്, കളർ മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ഫർണിച്ചർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഫർണിച്ചർ നമുക്ക് ഓൺലൈനിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. അതുപോലെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമുക്ക് ഡിസൈൻ്റെ ടെക്സ്റ്റിനെ നമുക്ക് ഡിസൈനായിട്ട് മാറ്റാം. അതുപോലെ പല പല കാര്യങ്ങളുമുണ്ട്. ഫ്ലോർ പ്ലാൻ എഡിറ്റ് ചെയ്യാം. അല്ലെ ഫർണിച്ചർ റിമൂവ് ചെയ്ത് കളയാം. ഫർണിച്ചർ ക്രിയേറ്റ് ചെയ്യാം. പെയിന്റിന് മാറ്റണേ പെയിന്റ് മാറ്റാം. സ്കെച്ചിനെ റെൻഡർ ചെയ്യിക്കാം. 3D ഫ്ലോർ പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ടൂളുകളാണിത്. അപ്പോൾ ഈ ഒരു ടൂളിനെ പറ്റിയുള്ള ഡീറ്റെയിലും ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വെബിനാറിനകത്ത് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എഐ ടൂളിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ
ഇതിന് കമന്റിൽ എ ടൂൾ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു 10 പേർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു എ ടൂളിന്റെ ഓരോരോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കൂടാതെ വാസ്തു സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ബഡ്ജറ്റിനുള്ളിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വീട് നിർമ്മിക്കാനോ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വെബിനാർ അറ്റൻഡ് ചെയ്യുക. വെബിനാർ നേരിട്ട് കാണാം. താങ്ക് യു.